ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂസ് ആണ് ഈ വീഡിയോ. പിറ്റേ ദിവസം, അതായത് 7-ാം തീയതി നമ്മൾ കുളിച്ച് ഫ്രഷായി ഫുഡ് കഴിക്കാനായിട്ട് നമ്മുടെ സ്ഥിരം വന്ന ഹോട്ടലിൽ വന്നപ്പോൾ കയറാനായിട്ട് അകത്ത് കയറാനേ സ്ഥലമില്ല, നല്ല തിരക്ക്. അങ്ങനെ ഞങ്ങൾക്ക് കഴിക്കാനുള്ള ഇടിയപ്പവും കടലക്കറിയും നമ്മള് ആ കടയിൽ നിന്നാണ് നമ്മള് വന്നപ്പോ മുതലേ ഉള്ള ഫുഡ് എല്ലാം കഴിക്കുന്നത്. നമ്മൾ നേരത്തെ അടുത്തെത്തിയിരിക്കുന്നത് എവിടെയാ? മനകിൽ ടീ സ്റ്റാൾ. നമ്മൾ അവിടെ നിന്ന് ഒരു ചായ കുടിക്കാന്ന് വിചാരിച്ചു. അതെന്ന് പറഞ്ഞാൽ കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ, ഒന്ന് ഫ്രഷൊക്കെ ആയതിനു ശേഷമാണ് ഇവിടെ വന്ന് ഒരു ചായയൊക്കെ കുടിച്ച്. അപ്പം നമുക്ക് അങ്ങോട്ട് പോകണമല്ലോ എന്നുള്ള രീതിയിൽ നേരെ പോയിട്ട് പിന്നെ നമ്മുടെ അവിടുത്തെ നേർച്ച. പള്ളിയിൽ നമ്മൾ ഈ സമയം റെസ്റ്റ് ആണ്. അപ്പം നമ്മൾ അവിടെ നിന്നുള്ള നേർച്ച, ഞാനിതിൽ പൊരി മാത്രമേ കഴിക്കത്തുള്ളൂ. ഉപ്പും കുരുമുളകും ചേട്ടനാണ് കൊടുക്കുന്നത്. അരിയും പിന്നെ ഉഴുന്നും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം എന്തെല്ലാം വാവച്ചിരിന്നു പരിയത്ത് കഴിച്ചോണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് മീനൂട്ടി മിച്ചർ തുറന്നു. പിന്നെ ഒന്ന് മിച്ചർ കയറ്റി പിടിക്കാന്ന് വിചാരിച്ചു. അപ്പൊ പള്ളിക്കകത്തിരുന്നാണ് ഇതൊന്ന് ഓർമ്മ വേണം. പള്ളിയുടെ സൈഡിൽ ഇരുന്നാണ് നമ്മൾ രണ്ടുപേരും കൂടെ കപ്പലടി നുള്ളിപ്പറക്കി കഴിച്ചോണ്ടിരിക്കുന്നുണ്ട്. അതിൽ നിന്ന് തെരഞ്ഞു പിടിച്ച് അത് കഴിഞ്ഞ് നിങ്ങൾ ഈ കാണുന്നത് എന്താണെന്ന് അറിയാമോ? ക്യൂ. ഈ ക്യൂവിനങ്ങ് അറ്റം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾ ഗസ് ചെയ്യൂ. പൊന്നോ, അതെന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് ചോറിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഇന്ന് വൺപയർ തോരനും സാമ്പാറും മാങ്ങ അച്ചാറും ആയിരുന്നു. ലോഡ് വൺപയർ തോരൻ ഇന്നുണ്ടായിരുന്നു. ഒരു എമ്മണ്ട സ്പൂണിലാണ് തോരൻ തന്നത്. അപ്പൊ മീനുകുട്ടിയുടെ തോരനും കൂടെ എനിക്കെടുത്ത് തന്നെ. അത് കഴിഞ്ഞ് നമ്മള് പിന്നെ തിരിച്ച് വീട്ടിലോട്ട് ഇറങ്ങി വരും വഴിയിൽ നമ്മളൊരു തട്ടുകടയിൽ കയറി ഈ 2 ദോശയും സാമ്പാർ ചമ്മന്തി പിന്നെ ഓംപ്ലേറ്റും. അവിടുത്തെ സൂപ്പർ സാമ്പാറായിരുന്നു. ഇവിടുത്തെ കടയാണെന്ന് ഓർമ്മല്ല, പക്ഷെ പൊളി സാമ്പാറായിരുന്നു കേട്ടോ. സൂപ്പർ ഫുഡായിരുന്നു. ഇന്ന് നമ്മൾ 7-ാം തീയതി ഇടത്തേന്ന് ഇറങ്ങി. അപ്പം ഞങ്ങൾ 7-ാം തീയതിയിലുള്ള ഞങ്ങൾ കഴിച്ച ആഹാരങ്ങളൊക്കെയാണ് കേട്ടോ ഈ വീഡിയോയിലൂടെ ഞങ്ങൾ നിങ്ങളോട് പങ്കുവെച്ചത്. അതെ, നമ്മൾ ഇന്ന് കൂടുതലും പള്ളിയിലായതുകൊണ്ട് പുറത്ത് വേറെ ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല. താങ്ക് യു ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്.